ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ സ്വന്തം അമൃത ടീച്ചർ വീട്ടിലേക്ക് പോകുന്ന വ്ളോഗാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിക്കുള്ള ഡ്രസ്സും വാങ്ങിച്ചിട്ട് കുഞ്ഞിക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഷോപ്പിൽ നിന്ന് ബില്ലടിച്ചിട്ട് ഇറങ്ങാനുണ്ടായത്. അങ്ങനെ റിയലിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പാറും ദീപക്കും പാച്ചാന്ന് ഒന്നിച്ചുണ്ടായത് കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ കുറച്ച് ആൾക്കാർ കാഞ്ഞങ്ങാടും കുറച്ച് ആൾക്കാർ നീലേശ്വരവും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ട് നേരെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഏതാ നല്ല പഴുത്തിട്ടില്ലെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ അവിടുന്ന് കാഞ്ഞങ്ങാടുന്ന് നമ്മുടെ സഹിഷ്ണുവിനും കൂട്ടിയിട്ട് ബസ്സിൽ കയറാനുണ്ടായത്. അങ്ങനെ ബസ്സിൽ കയറി നമ്മുടെ സ്റ്റോപ്പിലേക്ക് എത്തി. അങ്ങനെ അവിടുന്ന് റിക്ഷയിൽ നേരെ വീട്ടിൽ പോകാനുണ്ടായത്. ഇതാണ് കേട്ടോ നമ്മൾ അമൃത ടീച്ചർ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഞങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ നമ്മൾ ക്ലാസ്സിൻ്റെ ടീച്ചറായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ടീച്ചർ പ്രിൻസിപ്പൽ സാറിനോട് ചോദിച്ച് വാങ്ങിച്ചതാണ് നമ്മൾ ക്ലാസ് കിട്ടുക. അങ്ങനെ ടീച്ചർക്ക് കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ചായയൊക്കെ കുടിച്ച് ടീച്ചറിൻ്റെ അമ്മേനെയും ടീച്ചർ അനിയത്തിനെയും ഒക്കെ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ചായയും കൂടി കുടിച്ചിട്ട് നമ്മൾ നേരെ പോയത് സണ്ണീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവൻ്റെ വീട് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം അവിടെ കുറേ മീനും കുറേ ആടും കോയും ഒക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. ഇത് അവൻ്റെ ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ ചേച്ചി കുറച്ച് കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അത് അവൻ്റെ അമ്മയുടെ അമ്മയായിരുന്നു. അപ്പോൾ അവർ നമുക്ക് കഴിക്കാനൊക്കെ ഫുഡ് തന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബോയ്സ്, അതായത് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ ഒരു വലിയ ഡ്രീമാണ് ബൈക്ക് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത്. പിന്നീട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുണ്ടായത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.